കടം കടം കടം. എവിടെ നോക്കിയാലും കടം. ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വന്നാൽ അവിടെ പ്രാർത്ഥിക്കണം, കടമാണ്. അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്നാൽ കടമാണ്. അല്ലെങ്കിൽ ബാങ്കിൽ പോയാൽ അവിടെ കേൾക്കുന്നതും കടം. എന്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ കടത്തിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കടം എങ്ങനെ തീർക്കാം, കടമില്ലാത്ത ഒരു ദിവസത്തിലോട്ട് നമ്മൾ എങ്ങനെ എത്താം. വളരെ ടഫായൊരു യാത്രയാണ്. അതിനുള്ള ടിപ്സും, അല്ലെങ്കിൽ ടിപ്സായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം, സ്റ്റെപ്സ് ആയിട്ട് പരിഗണിക്കാം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഒരു ദിവസം സീറോ കടമായിട്ട് നമ്മൾ മാറുന്ന ഒരു ദിവസം ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ എല്ലായിടത്തും കേട്ട പോയിന്റ് തന്നെയാണ്, കടം എഴുതി വെക്കുക അല്ലേ. അപ്പോൾ എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ല എഴുതി വെക്കണ്ടേ. എമൗണ്ട്, അതിന് ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് ഒരു മെൻ്റൽ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ ചാർട്ട് ചെയ്ത് വെക്കണം. ഏത് ഫസ്റ്റ് തീർക്കണം, ഏത് സെക്കൻഡ് തീർക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്ത് വെക്കുക. ആരെടുത്ത് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നില്ലെങ്കിൽ അത്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ എഴുതി വെക്കുക. ആ ഒരു എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെക്കൻഡ്, എങ്ങനെ തീർക്കണം എന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കുക. എങ്ങനെ തീർക്കാൻ മീൻസ് ക്യാഷ് കൊടുത്തിട്ട് തന്നെ കടം തീർക്കാൻ പറ്റുള്ളൂ, അതല്ല, എവിടെ നിന്ന് തുടങ്ങണം. ഒരുപാട് കടമുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കടങ്ങൾ വീട്ടിയിട്ട് വലിയ കടങ്ങളിലോട്ട് വീട്ടാൻ പോകുന്നു, അതോ വലിയ പലിശയുള്ളത് എന്താ പറയുക ആദ്യം തീർത്തിട്ട് ഇങ്ങനെ താഴോട്ട് പലിശൻ്റെ അടിസ്ഥാനത്തിൽ തീർക്കണം എന്നത് നമുക്ക് തീരുമാനിക്കുക. ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, ഈ രണ്ട് മെത്തേഡിലും നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മെൻ്റൽ ഹെൽത്ത്. ചില കടങ്ങൾക്ക് പലിശ ഉണ്ടായിരിക്കില്ല, പക്ഷേ വല്ലാണ്ട് പ്രഷർ തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയാൽ നമുക്ക് ആ കടം വീട്ടിയെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എവിടെ നിന്ന് ഏത് ഫസ്റ്റ് തീർക്കണം എന്നുള്ള ആ ഒരു ഓർഡർ നിങ്ങൾ നിശ്ചയിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്സ്. തേർഡ് വൺ, അധികമായിട്ട് വരുമാനം കണ്ടെത്തുക. നമ്മളെ കയ്യിലുള്ള വരുമാനത്തിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എതിർ ദിശയിൽ നിന്ന് കാറ്റ് വീശിയത് കൊണ്ടോ, അല്ലെങ്കിൽ സീസണിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായ എന്തോ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണം പറ്റിക്കപ്പെട്ടത് കൊണ്ടോ ആയിരിക്കും ഒരുപക്ഷെ നമ്മളൊക്കെ കടക്കാരായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് മണി വേണം അല്ലേ. മണി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ വരുമാനത്തിലും കൂടുതൽ കടം നമുക്കുണ്ട്. അപ്പം അത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അധികം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും കോമൺലി അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അധിക വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡുകളൊക്കെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം, ഈ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ട്യൂഷൻസ് ഒക്കെ എടുക്കാം. അങ്ങനെ പല രീതിക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പുതിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, എക്സ്പെൻസ് കുറക്കുക. എക്സ്പെൻസ് കുറക്കുക പറഞ്ഞാൽ സിമ്പിളായി കാണരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലാണ്, അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തുക. അനാവശ്യമായിട്ട് കളയുന്ന പൈസ എന്താ പറയുക, ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓരോന്നിനും കണക്ക് വെക്കുക. നമ്മൾ ചിലവാക്കുന്ന ഓരോന്നിനും കണക്ക് വെക്കുക. അതിന് എങ്ങനെ റൈറ്റ് കുറക്കാൻ പറ്റും, ഈ കടം വീടുന്നത് വരെയെങ്കിലും നമ്മൾ അത് പിശുക്കി പിടിച്ചിട്ട് നമ്മളെ കടം വീട്ടുക. അതിന് എക്സ്പെൻസ് എന്ത് ചെയ്യണം, എക്സ്പെൻസ് കുറക്കണം, ജീവിതശൈലി കുറക്കണം. ഇപ്പോൾ എന്താ വെച്ചാൽ, ഒരു മാസം റീചാർജിന് നിങ്ങൾക്ക് 200 രൂപയാണെന്ന് വെക്കുക. 3 മാസം 500 രൂപക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ 100 രൂപ ലാഭിക്കാം അല്ലേ. അങ്ങനെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഓരോ മാസത്തിലെ നിങ്ങളെ എക്സ്പെൻസിൽ നിന്ന് പിടിച്ച് നിങ്ങൾക്ക് ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് കുറക്കുക. നാലാമത്തെ പോയിന്റ് എക്സ്പെൻസ്. ഫിഫ്ത്ത് പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. 0 കടയിരിക്കുന്ന ഒരു ഡെഡ് ലൈനും, അതുപോലെ ഓരോ കടത്തിനും ഇന്ന് ഇത്ര മാസം ഇത്ര ആക്കിയാൽ ഞാൻ ഇത്ര കടം എൻ്റെത് തീരും, ഈ മാസം എൻ്റെ ഈ കടം തീരും,
അടുത്ത മാസം എൻ്റെ മറ്റേ കടം തീരും. ഇങ്ങനെ കടത്തിനെ കുറിച്ചിട്ട് ഒരു എന്താ പറയുക ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഓ ഇന്ന ദിവസം ഇന്ന കടം തീരും എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ പ്ലാനിൽ ആ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ ആ ഒരു കടം വീട്ടുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ചിലവ് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കും, ഇതിപ്പോൾ വേണോ, ഇതിപ്പോൾ ഞാൻ ചെയ്താൽ എനിക്ക് ഇന്ന ദിവസം ഈ കടം വീട്ടാൻ പറ്റില്ല, അതിന് ഇതൊരു തടസ്സമാകും. സോ ഈ അനാവശ്യ ചിലവ് ഇപ്പോൾ എനിക്ക് വേണ്ട എന്നൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റും. അതിനെന്ത് ചെയ്യണം, നമ്മൾ കടം തീരുന്നത് വരെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു കാര്യം ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡെഡ് ലൈനിലോട്ട് പോകുന്നതിന് തടസ്സമാകുന്ന ഏതൊരു കാര്യത്തിനെയും നമ്മളൊന്ന് രണ്ടാമത് ചിന്തിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അതാണ് 5th വൺ. ഇപ്പോൾ എനിക്ക് ഇത് വേണോ എന്ന് ചിന്തിക്കാൻ സഹായകമാകുന്ന ഒരു കാര്യമാണ് ഓരോ കടത്തിൻ്റെയും ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ. 6th വൺ, നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുക. ഈ ഒരു എക്സ്പേർട്ട് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പേർട്ടുകളൊരു ഗുണം എന്താ വെച്ചാൽ അവരതിൽ വല്ലാണ്ട് കഴിവ് തെളിയിച്ചവരായിരിക്കും. അവർ ഡെയിലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓരോരുത്തർക്ക് അഡ്വൈസ് ചെയ്യിക്കുന്നവരായിരിക്കും. അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാവും, സോൾവ് ചെയ്യാനുള്ള പല പല ട്രിക്സുകൾ ഉണ്ടാവും. നമ്മൾ ഒരു പ്രശ്നത്തെ കാണുന്നതിനേക്കാളും അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും നല്ല ധാരണ ഉള്ളവരായിരിക്കും എക്സ്പേർട്സ്. അപ്പം അവരെ പോയി കണ്ട് നിങ്ങളെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു സൊല്യൂഷൻ അവരിൽ നിന്ന് തേടാവുന്നതാണ്. ഒരുപാട് ഇപ്പോൾ ഓൺലൈനിലും ഒക്കെ കാണാറുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ. അപ്പോൾ അവരെ എക്സ്പേർട്ടിനെ പോയി കണ്ട് നിങ്ങളെ പരാതികൾ പറയാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ ഈ കടം എഴുതി വെക്കുക. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ച നമ്മളെ കടങ്ങൾ ഏത് ആദ്യം തീർക്കണം എന്നുള്ളതിൻ്റെ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ കാര്യം അധിക വരുമാനം ഉണ്ടാക്കുക. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെൻസ് കട്ട് ചെയ്യുക. അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വരിക, നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കുക. 5th വൺ, ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഓരോ ഘടകത്തിൻ്റെയും ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. 6th വൺ, നമ്മൾ എക്സ്പേർട്ടേഴ്സ്, നല്ല എന്താ പറയുക എക്സ്പേർട്ടിനെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അഡ്വൈസ് എടുക്കുക, അവരുടെ അഡ്വൈസ് എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.